ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാ എല്ലാവരും വിശേഷങ്ങളൊക്കെ? അപ്പോൾ ഇന്നലെ ഞാൻ സ്കാൻ ചെയ്യാൻ വേണ്ടി രാവിലെ ഇറങ്ങിയിന്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം സ്കാൻ ചെയ്യണ പൂക്കോട്ടുംപാടത്തുണ്ട് പറഞ്ഞപ്പോൾ ഒരു താത്ത പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അങ്ങനെയാണ് വിചാരിച്ചങ്ങാണ്ട് ഞാൻ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിട്ട് പിന്നെ 12:30 ബസ്സിനാട്ടോ പോയി. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അയൽവാസി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓളെ കൂടെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഓൾക്കും എന്തോ ആവശ്യം ഉണ്ടായിരുന്നു പോകേണ്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ പോയി. പൂക്കോട്ടുംപാടത്ത് എത്തിയപ്പോൾ അവിടെ സ്കാനിങ് ഇല്ല, ലബോറട്ടറിയിൽ ടെസ്റ്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ടെസ്റ്റൊക്കെ കൊടുത്ത് നല്ല സഹകരണമുള്ള സ്റ്റാഫുകൾ കേട്ടോ. അവിടെ എനിക്ക് ഭയങ്കര സന്തോഷമായി. നല്ലൊരു സ്വഭാവമുള്ള സ്റ്റാഫുകൾ. ആരെങ്കിലുമൊക്കെ ടെസ്റ്റൊക്കെ ചെയ്യണമെങ്കിൽ ഈ ലബോറട്ടറി പോയിക്കൊണ്ടിട്ടോ. നല്ലൊരു സ്വഭാവമുള്ള ഐറ്റങ്ങളാണ്. അങ്ങനെ ഞാൻ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് അവിടെ സ്കാനിങ് ഇല്ലാത്തതിനോണ്ട് തന്നെ നിലമ്പൂരും ആകെ ഒന്നേ ഉള്ളൂ കേട്ടോ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കാനിങ് സെൻറ്റർ. അവിടെ പോയപ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ കുട്ടികൾ വൈകുന്നേരം സ്കൂളിട്ട് വരുമ്പം അവർക്ക് ബുദ്ധിമുട്ടാവുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ തിരിച്ച് സ്കാൻ ചെയ്യാതെ അങ്ങോട്ട് തന്നെ പോന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വ്യാഴാഴ്ച കാണിക്കാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് സ്കാൻ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വിചാരിച്ചുകൊണ്ട് പൂക്കോട്ടുംപാടത്ത് വന്ന് ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ് ഒക്കെ വാങ്ങി. പിന്നെ എൻ്റെ കൂടെ വന്ന എൻ്റെ അയൽവാസിക്ക് കുട്ടിക്ക് കാറ് വാങ്ങി കൊടുക്കേണ്ടീനി. അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ പറഞ്ഞിട്ട് അവൾ കാറ് വാങ്ങിയിട്ടോ. ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് നേരം കളിച്ചൊക്കെ ചെയ്തു. അപ്പോൾ ലബോറട്ടറിയിൽ ടെസ്റ്റ് റിസൾട്ട് തരുമ്പോൾ തന്നെ ഓര് പറയുന്നുണ്ടായിരുന്നു ഇതിൽ ഇൻഫെക്ഷൻ ഉണ്ട് കേട്ടോ എന്ന്. അപ്പോൾ കുറച്ചൊരു പ്രഷർ കുറവും ഉണ്ട്. കാരണം പ്രഷർ സാധാരണ നോർമൽ എന്ന് പറയണം കേട്ടോ ഓര് ചെയ്തത്. എപ്പോഴെങ്കിലും പ്രഷർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ടെസ്റ്റ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഫോട്ടോ ഞാൻ അതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവും. അങ്ങനെ പിന്നെ പൂക്കോട്ടുംപാടത്ത് ഞങ്ങൾ ബസ് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇൻഫെക്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ വേഗം തന്നെ ഹോസ്പിറ്റലിൽ കാണിക്കണമല്ലോ, കാണിച്ചില്ലേ കൂടുതലാവും. അപ്പോൾ ഞാൻ വ്യാഴാഴ്ച ഹോസ്പിറ്റലിലേക്ക് പോകണം, മെഡിക്കൽ കോളേജിൽ പോകണം എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രി എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഭയങ്കര ക്ഷീണം, ഒരു വിറയലും ഒക്കെ തോന്നി രാത്രി. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഒറ്റയ്ക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോയാൽ ശരിയാവില്ല എന്നൊക്കെ രാത്രി തോന്നി. ഞാൻ രാവിലെ എണീച്ചിട്ട് രാത്രി നല്ല ക്ഷീണത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ രാവിലെ എണീച്ചിട്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ ഒന്നും എനിക്കറിയില്ലേന് കേട്ടോ. എന്തോ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു കേട്ടോ രാത്രി ഉണ്ടായിരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇൻഫെക്ഷൻ പിന്നെ ഇങ്ങനെ അധികമായി ഇന്നലെ രാത്രിയത്തൊക്കെ ആയപ്പോഴത്തേന് എനിക്ക് ഭയങ്കര കൂളിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ 2-3 ദിവസമായിട്ട് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ വലിയ കാര്യമാക്കല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഈ ഇൻഫെക്ഷൻ വരുന്നതിനോണ്ട്. അപ്പോൾ കുറച്ചൊരു കൂടുതലാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം അതായിരിക്കണം ഒരു വല്ലാത്തൊരു ക്ഷീണം, വല്ലാത്തൊരു ബുദ്ധിമുട്ടും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്നെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും കേട്ടോ, എനിക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ, എന്നെ കണ്ടാൽ അങ്ങനെ രോഗിയാണെന്ന് തോന്നൂലല്ലോ എന്നൊക്കെ പറയട്ടോ. ഞാനിങ്ങനെ എല്ലായിടത്തും ഇറങ്ങി നടക്കുന്നതുകൊണ്ടും കൂളായിട്ട് നടക്കുന്നതുകൊണ്ടേ ഇരിക്കും. എൻ്റെ പ്രഷറിൻ്റെ ആ ഒരു സംഭവം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയൊക്കെ പ്രഷർ കുറഞ്ഞിട്ടാണോ ഈ നടത്തും യാത്രകളൊക്കെയാണ്. തീരെ പറ്റണില്ല കേട്ടോ. തലയൊക്കെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു വരുന്നു ഇന്നലെ രാത്രിയൊക്കെ. എന്തോ ഒരവസ്ഥ. അത് ഈ രോഗത്തിൻ്റെ ഭാഗമാണ്, പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്താ പറയുക, എൻ്റെ കൂടെ അങ്ങനെ ആരും ടെസ്റ്റ് ചെയ്യാനോ സ്കാൻ ചെയ്യാനോ അങ്ങനെയൊന്നും ആരും വരലൊന്നുമില്ല കേട്ടോ. അപ്പം ഇന്നെൻ്റെ അയൽവാസിൻ്റെ കൂടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അവളോട് ഞാൻ പറയുകയും ചെയ്തു എൻ്റെ കൂടെ അങ്ങനെ ആരും വരലൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോകൽ. എന്നും അതേപോലെ തന്നെ. അങ്ങനെ എനിക്ക് രാവിലെ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഹെൽത്ത് സെൻറ്ററിൽ പോയി ആദ്യം മെഡിസിൻ കഴിച്ചതൊന്നും ഓക്കെ ആയിട്ട് അടുത്ത ആഴ്ച ഇനി പോവാം. അപ്പോഴത്തേന് സ്കാനിങ്ങും എടുക്കാൻ പറ്റിയില്ലല്ലോ. ഉമ്മച്ചി ഉണ്ട് കോഴിക്കോട്, അനിയത്തിൻ്റെ വീട്ടിലുണ്ട്. എന്നാലും അവിടുന്ന് ഉമ്മച്ചിനെ എന്താ പറയുക കൂട്ടിങ്ങാണ്ട് ഉമ്മച്ചി അനിയത്തിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഓരോ കൂട്ടിയിട്ട് പോവുകയൊക്കെ ചെയ്യാം എനിക്ക് സ്കാനിങ്ങിനൊക്കെ. പിന്നെ എല്ലാവരും ബുദ്ധിമുട്ടിക്കണ്ടേ? ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഒരെപ്പം വിളിച്ചാലും വരാനൊക്കെ തയ്യാറാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഏതായാലും ഇവിടുന്ന് അവിടെ എത്തണ്ടേ, അപ്പോൾ അതിൻ്റെ മുന്നേ ഇവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടൊക്കെ വരാമെന്ന്. അപ്പോൾ ഞാൻ പോയി വരുമ്പം ഒരു മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കാണിച്ചു തരണം വിചാരിച്ചു, ഇനി മറന്നു. ഇത് മറ്റേ ബ്ലഡ് എടുത്തിട്ട് ഒട്ടിച്ച് വെക്കൂലേ, ഇപ്പം തുടങ്ങിയതാട്ടോ ഈ സംഭവമൊക്കെ. ആദ്യമൊക്കെ പഞ്ഞിയേന്, അപ്പോൾ അതെടുത്ത് പറിച്ചൊക്കെ കളഞ്ഞ്. അപ്പോൾ ഞാൻ എൻ്റെ പുസ്തകം കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പ്രഷർ നോക്കിയപ്പം 80-60 കേട്ടോ നിൽക്കുന്നത്. എന്നിട്ടാണ് എനിക്ക് പ്രഷറിൻ്റെ ഗുളിക ഡോസ് കുറച്ചുണ്ട് അന്ന്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലകറക്കം വരുന്നതൊക്കെ ഈ ഒരു റേഞ്ചിൽ നമുക്ക് പ്രഷർ നിൽക്കുന്നതിനോണ്ടാണ്.
അറിയുന്ന ആൾക്കാർക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും BP കുറവാണ് എന്നുള്ളത്. അപ്പോൾ എൻ്റെ 2 വർഷത്തെ പുസ്തകം എൻ്റെ അടുത്ത് മിസ്സായിട്ടോ. അതാണ് എൻ്റെ ഒപ്പി ഷീറ്റിൻ്റെ മുകളിൽ ബുക്ക് മിസ്സഡ് എന്ന് പറയുന്നത്. എങ്ങനെ പോയി എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇന്നലെ ചെയ്ത ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും കേട്ടോ. എന്നോട് എപ്പോഴും എല്ലാവരും ചോദിക്കുന്നത് എൻ്റെ ക്രിയാറ്റിൻ നോർമലാണോ നോർമൽ. അപ്പോൾ എനിക്ക് 0.9 ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് എനിക്ക് നോർമൽ റേഞ്ചിലാണ് ഇതുള്ളത്. അതേപോലെ ബ്ലഡ് റേഷ്യോ 11.5 എനിക്ക് നോർമലായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ടെസ്റ്റ് ചെയ്തപ്പോൾ 9 ആയിരുന്നു കേട്ടോ. കുറച്ച് കുറവായിരുന്നു. പിന്നെ ബാക്ടീരിയ ഒക്കെ ഉണ്ട് യൂറിനിൽ. അപ്പോൾ അതിന് ഇനി യൂറിൻ കൾച്ചറും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി പോകണം. എന്നോ അല്ലെങ്കിൽ നാളെ പോകണം. അപ്പോൾ സ്കാനിങ്ങും രണ്ടും കൂടി ഒപ്പം ചെയ്യാം. സ്കാനിങ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നലെ പോയി വന്ന സമയത്ത് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഈ കമൻറ്റാണ് കാണുന്നത് കേട്ടോ. ഭയങ്കര എന്താ പറയുക, മനുഷ്യന്മാർ ഓരോ ചിന്താഗതികൾ ഓരോ രീതിയിലാണല്ലേ. ഞാൻ എൻ്റെ ഫ്രിഡ്ജ് കേടാണെന്ന് പറയാൻ കാരണം എനിക്ക് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചുകൂടെ മീൻ പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രിഡ്ജ് കേടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രിഡ്ജ് വാങ്ങി തന്ന ഉമ്മയാണ്. 12 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജാണ്. അങ്ങനെയൊക്കെ ആ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ടായിരിക്കണം ഇവരിങ്ങനെ ഉദ്ദേശിച്ച് കേട്ടോ. ഒരിക്കലും എനിക്ക് ആരെങ്കിലും ഫ്രിഡ്ജ് ഓഫർ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ വേണ്ടാന്നേ പറയുള്ളൂ. എൻ്റെ ഫ്രിഡ്ജിന് ആകെ കുറച്ച് പൈസ ചിലവാക്കി എനിക്ക് നന്നാക്കാൻ പറ്റണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ചെയ്യൂല കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ നിങ്ങൾ, എനിക്ക് 15 പോയിൻ്റ് കയറിയത് $. ഇത് സുഹറ വ്ളോഗില്ലേ എൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഓള് ഒരു ബ്രഷ് ഉണ്ടല്ലോ നമ്മളെ ഈ വെളിച്ചെണ്ണൊക്കെ തേക്കണ ഈ എന്താ പറയുക പത്തിരിച്ചട്ടി ദോശയൊക്കെ ചുടുമ്പോൾ അങ്ങനത്തെ ഒരു ബ്രഷ് ഞാൻ ലിങ്ക് എൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വീഡിയോയിലും ഷോർട്സ് വീഡിയോയിലും ലോങ് വീഡിയോയിലും ലൈവിലൊക്കെ ഒരു ലിങ്ക് ഞാനിങ്ങനെ ഇട്ടേക്കലുണ്ട് ആർക്കെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും എൻ്റെ പേജിൽ കയറിയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ബ്രഷാട്ടോ ഓള് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു വാങ്ങിയപ്പോൾ 15 പോയിൻ്റേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കോപ്പി ചെയ്ത് വെക്കുമ്പോൾ അതിൽ കയറിയിട്ട് വാങ്ങുകയാണെങ്കിൽ എനിക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചത്. അപ്പോൾ സുഹറ അത് വാങ്ങിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോട്ടോ വാട്സപ്പിൽ അയച്ചു തന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ അവൾക്ക് അയച്ചു കൊടുക്കുകയാണ് എൻ്റെ വീഡിയോ ഒന്നാണോ ഈ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ. അപ്പോൾ സുഹറ വ്ളോഗിൻ്റെ ആ ഒരു വാട്സപ്പിൻ്റെ ഇതാട്ടോ പേജ്. അപ്പോൾ എനിക്ക് അയച്ചു തന്നത് നിങ്ങൾക്കും കാണിച്ചു തന്നത്. അങ്ങനെ ഞാൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പം പിന്നെ ചോറ് ഞാൻ പറഞ്ഞില്ലേ ചോറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഊറ്റി പിന്നെ ചോറ് തിളപ്പിച്ച് ഊറ്റിയിട്ടോ. പിന്നെ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായി ചക്കക്കുരും അതേപോലെ ചെമ്മീനും കറിയാണ് ഞാൻ വെക്കാമെന്ന്. ചക്കക്കുരും ചെമ്മീനും കറിയും ഉണ്ടാക്കി ചോറും റെഡി ആയിട്ടോ. അപ്പോൾ 2 ദിവസത്തേക്കുള്ള ചോറ് അങ്ങനെ വെച്ചതിനോണ്ട് അങ്ങനെ. പിന്നെ ഞാൻ അങ്ങാടിയിൽ നിന്ന് പരിപ്പ് വട വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പരിപ്പ് വട വാങ്ങിയത് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ചമ്മന്തി കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു എരിവുള്ള ചമ്മന്തി. അപ്പോൾ അതിനെ കൂട്ടി തിന്ന്. ഇപ്പോൾ രാത്രിയില്ലേ ഒരു 3 മണി 4 മണിയൊക്കെ ആയപ്പോണ്ട് പെരിച്ചായി വന്നിട്ട് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നു കേട്ടോ. നമ്മളൊരു റൂമില്ലേനോ, ഒരു ബാത്റൂമില്ലേനോ, ആ ഉള്ളിലുള്ള ബാത്റൂമിൽ ഞാൻ കല്ല് കൊണ്ടുപോയിട്ടെന്ന് പറഞ്ഞ അതിൽ കൂടെ കേട്ടോ ഒരു ചെറിയൊരു ഓവുണ്ട്, അതിൽ കൂടെ വരുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് അങ്ങനെയെങ്കിലും അടയ്ക്കണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നതാണ്. ഇവിടെ കല്ലിട്ടുങ്ങാണ്ട് സിമെൻറ്റ് ഇട്ട് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇന്നലെ അയൽവാസിൻ്റെ വീട്ടിൽ ഞങ്ങളെ വീടിൻ്റെ മുറ്റത്ത് കൂടെ അയൽവാസിൻ്റെ വീട്ടിലേക്ക് ഒരു പാമ്പ് പോയി പറഞ്ഞിട്ട് എന്ത് പാമ്പാണെന്നറിയില്ല. ഇന്നലെ അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു പാമ്പ്. ഇന്നലെ അല്ല, ഇന്ന് രാവിലെ കേട്ടോ. ഇന്ന് രാവിലെ എങ്ങനെ പറയണ്ടേ, ശ്രദ്ധിച്ചോണ്ടി വാതിലൊക്കെ പൂട്ടിക്കൊണ്ടി പിന്നെ പാമ്പ് അങ്ങോട്ട് ഉണ്ട് എന്നൊക്കെ. എന്തായാലും പാമ്പുകളൊക്കെ ഉണ്ട് വാതിൽ വെച്ചതിനുണ്ട്. അൽഹംദുലില്ലാ. ഞാൻ ഓട്ടകളൊക്കെ സിമെൻ്റ് ഇട്ട് അടയ്ക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ആങ്ങളെ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, വന്നാൽ ആക്കണം. പിന്നെ ഉണ്ടല്ലോ രാത്രി എനിക്ക് എന്തൊക്കെയോ ഒരു തകരാറ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആകുമ്പോഴത്തേന് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചാൽ വലിയത് ഞാൻ പാത്രം കഴുകാനൊക്കെ ഞാൻ അവിടെ വെച്ചിരിക്കുകയായിരുന്നു. രാവിലെ ചെയ്യാൻ വിചാരിച്ച് എനിക്ക് പറ്റണില്ലായിരുന്നു. അപ്പോൾ ഞാൻ വേഗം കടല വെള്ളത്തിലിട്ടതാണ് രാത്രി. എനിക്ക് രാവിലെ ചപ്പാത്തിയോ പത്തിരിയോ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ നമുക്കൊരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ കൂടി ഇങ്ങനെ വരികയല്ലേ ചെയ്യാം. വേദന അധിക ദിവസങ്ങളും ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാനത് ആരടുത്തും പ്രകടമാക്കിയിട്ടാണ്. എല്ലാവരും ഞാനൊരു ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്തോട്ടെ വെച്ചാൽ നമ്മളിങ്ങനെ ലൈവായാലും വീഡിയോ ആയാലും രോഗത്തിനെ കുറിച്ചിട്ട് ഞാൻ പറയാതെക്കല്ല കേട്ടോ. മാക്സിമം അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു ചടപ്പായിരിക്കും വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ രാവിലെ ഇതിപ്പം വേറെ ആരും വന്ന് ചെയ്തു തരുമല്ലോ, മക്കൾ സ്കൂളും മദ്രസും പോകണമല്ലേ, ഒരിടങ്ങാറാക്കാനും പറ്റൂല. അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ പാത്രം കഴുകലും
ഇന്നലെ ആ ചോറ് ഊറ്റിയതിൻ്റെ കൊട്ടക്കയിൽ വരെ നമ്മൾ സിങ്കിൽ കിടക്കുക കേട്ടോ. അപ്പം അത്രക്കും തീരെ ആവില്ല. രാവിലെയും അതേ തന്നെ ഹോസ്പിറ്റലിൽ പോയാൽ ശരിയാവില്ല. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ കഴുകി വെക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അഥവാ എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്യാൻ ഡോക്ടർമാർ പറയില്ലേ ട്രിപ്പ് ഇടാനൊക്കെ. അധികം ട്രിപ്പൊക്കെ ഇടുന്നതാണ് കേട്ടോ. നമ്മൾ ഇതൊക്കെ ചെയ്ത് വെക്കാതെ പോയാൽ നല്ലൊരു രസമുണ്ടാവും. പിന്നെ എല്ലാം കഴുകി വൃത്തിയാക്കി ഹോസ്പിറ്റലിലേക്ക് പോകട്ടെ. അപ്പോൾ കുറച്ച് തിരുമ്പാണ്ടേനി. അപ്പോൾ തിരുമ്പാനുള്ള വിട്ട് പിന്നെ എന്താ കുറച്ച് പുതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് കേട്ടോ തിരുമ്പാൻ. അപ്പോൾ അവിടെ റാക്കും സംഭവങ്ങളൊക്കെ ഇതാക്കി തിരുമ്പാനുള്ള കൈലുമ്മലെടുത്തിട്ട് നമ്മളില്ലേ സ്ത്രീകൾക്ക് എത്ര വയ്യാണ്ടായിട്ടുണ്ടെങ്കിലും ഇല്ലേ നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെച്ച് പോകണം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണ്ടേ, ആണുങ്ങൾക്ക് എന്തെങ്കിലും വയ്യാന്ന് പറഞ്ഞാൽ കട്ടിൻ്റെ മുകളിൽ കയറി കിടക്കല്ലേ, അവർക്കൊന്നും ചെയ്യണ്ടല്ലേ, ജോലിക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. പക്ഷേ സ്ത്രീകളായ നമുക്ക് വീട്ടിനുള്ളിലുള്ള എല്ലാ പണികളും ചെയ്ത് വീട് വൃത്തിയാക്കാതെ നമുക്കൊരു ഡോക്ടറെ കാണിക്കാൻ പോകാൻ തന്നെ പറ്റൂല അല്ലേ. എന്താ നമ്മളെ അവസ്ഥ, സ്ത്രീകളൊരവസ്ഥ വല്ലാത്തൊരവസ്ഥ. അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് ഇതിന് ചികിത്സ നടത്തിയിട്ടില്ലെങ്കിൽ കൂടുതൽ അപകടത്തിലേക്ക് പോവും. അപ്പോൾ ഞാൻ വേഗം ഇവിടുത്തെ ഹോസ്പിറ്റൽ നമ്മളെ വീടിൻ്റെ കുറച്ച് ഒരു 10 മിനിറ്റ് നടന്നാൽ എത്തുന്ന ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ. ഞാൻ നടന്നിട്ട് തന്നെ പോയി, ഓട്ടോറിക്ഷ ഒന്നും വിളിച്ചില്ല കേട്ടോ. അങ്ങനെ ഞാൻ പോയി. പ്രഷർ ഇന്നലെ കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിലാണല്ലോ, 70/100 തോന്നുന്നുണ്ട് ഇന്നലത്തെ പ്രഷറിൻ്റെ വാല്യൂ. അപ്പോൾ ആ ഒരു ഇതായതുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിലായതുകൊണ്ട് ഞാൻ പിന്നെ നടന്നിട്ടാണ് അവിടേക്ക് പോയത് കേട്ടോ, ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ 69 ടോക്കൺ നമ്പർ കിട്ടി. അവിടെ കാത്തുനിന്ന് അപ്പോൾ ഇന്ന് പ്രഷർ നോക്കിയപ്പോൾ ഒരു പറഞ്ഞ് കുഴപ്പമില്ല, നോർമൽ പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 39 ഒക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് റേഷൻ പീടികയിലൊന്ന് പോയി നോക്കട്ടെ, ഒരു അച്ചുവൻ്റെ കഴിച്ചിട്ട് ഇപ്പം എൻ്റെ വീട്ടിലുള്ളവർ വാങ്ങിക്കണോ മാസം, വാങ്ങിയില്ല എനിക്ക് വാങ്ങാൻ വിചാരിച്ചിട്ട് ഞാൻ പോയി നോക്കുമ്പോണ്ട് ഒരു വാങ്ങിയിട്ടോ, ഒരു 14-ാം തീയതി വാങ്ങി പറഞ്ഞിട്ട് റെസീറ്റ് തന്നു. ഇനി അടുത്ത മാസം നേരത്തെ വരണ്ടീന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത മാസം ഒരു നേരത്തെ വാങ്ങിയാൽ നമുക്ക് അരി കിട്ടൂല കേട്ടോ. എന്താ ചെയ്യുക, നമ്മളെ പേരിലുള്ള അരിയും കൂടി ഓരോന്നെ അപ്പോൾ വാങ്ങണേ. നമ്മളെ വിധി ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ കുറച്ച് ഗുളികയും മരുന്നുകളൊക്കെ തന്ന് ഡോക്ടർ പറഞ്ഞ് ഇൻഫെക്ഷൻ ഉണ്ട്, ചിലപ്പം ഇത് കിഡ്നിയിൽ നിന്ന് വരുന്ന എന്തോ പഴുപ്പ് കൊണ്ടാവാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നത് പറഞ്ഞിട്ടോ. അപ്പോൾ നമുക്കത് കൾച്ചർ ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ ഇനി കൾച്ചർ ചെയ്യാൻ വേണ്ടി നാളെ പോകണം. സ്കാനിങ്ങും കൾച്ചറൊക്കെ നാളെ ചെയ്യാം. ഇനിയിപ്പോൾ പോകൽ നടക്കില്ല. ആരെങ്കിലും ഫ്രണ്ട്സിനോട് ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കണം. പിന്നെ നമ്മൾ ആഗസ്റ്റിൽ വരുമാനം കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കാമല്ലോ. ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാനിപ്പോൾ എത്രയാവുമെന്നൊന്നും അറിയില്ല. ഈ ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും കൂടി 400 റുപ്യേന്. ഈ കൾച്ചറിന് ഇപ്പോൾ പണ്ടൊക്കെ കൾച്ചറിന് 250 റുപ്യേന് കേട്ടോ. ഇപ്പോൾ എന്താ വില എന്ന് എനിക്കറിയില്ല. അപ്പോൾ കുറേ മുന്നേ ചെയ്തതാണ്. അപ്പം ഇനി കൾച്ചർ ചെയ്യണം. കൾച്ചർ പിന്നെ കുറേ പ്രാവശ്യം ചെയ്തത് എനിക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് ആയതുകൊണ്ട് എനിക്ക് അത്ര ഇത് അറിയൂല കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ബായ്, അസ്സലാമു അലൈക്കും.